നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ വീഡിയോ സീരീസ് ആരംഭിക്കാനായി നിങ്ങളെ പ്രേരിപ്പിച്ച മുഖ്യ കാരണം എന്താണ്? ഞാൻ ഡോക്ടർ KV ഷോയ്സൺ, സമഗ്ര ഹോമിയോപ്പതി, ആലുവ. ഹോമിയോപ്പതിയെപ്പറ്റി ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ഇടയിൽ ഹോമിയോപ്പതിയെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക. ഹോമിയോപ്പതിയെപ്പറ്റി ജനങ്ങൾക്ക് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു അവബോധം നൽകുക. രണ്ടാമത്, ഹോമിയോപ്പതി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു തൊഴിൽ മാത്രമല്ല, ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ഞങ്ങളുടെ ഒരു ജീവിതപാതയാണ് എന്ന് പറയാം. കാരണം എൻ്റെ മുത്തച്ഛൻ 1945 ആണ് ഹോമിയോപ്പതി പ്രാക്ടീസ് തുടങ്ങുന്നത്. അതിനുശേഷം എൻ്റെ അച്ഛൻ അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഞാനത് തുടരുന്നു. എൻ്റെ മകനും ഹോമിയോപ്പതി കോളേജിൽ പഠിക്കുന്നു. എൻ്റെ വൈഫ് ഹോമിയോപ്പതി ഡോക്ടറാണ്, ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ ഈ ഒരു 80 വർഷത്തെ ഒരു പാരമ്പര്യം ഞങ്ങളിൽ അഭിമാനമുണ്ടാക്കുന്നതോടൊപ്പം അതൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം സമൂഹത്തിനോട് ഒരു 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 ഗിവിങ് ബാക്ക് പോലെ തിരിച്ച് നൽകുന്ന രീതിയിൽ ഹോമിയോപ്പതിയെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ തെറ്റിദ്ധാരണകൾ മാറ്റുക, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഹോമിയോപ്പതിയുടെ പരിമിതികൾ മനസ്സിലാക്കുക. ഈ രീതിയിലെല്ലാം ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഹോമിയോപ്പതിയെ പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു മറുപടി നൽകുക, ഹോമിയോപ്പതി അനന്ത സാധ്യതകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം. 80 വർഷത്തെ ഹോമിയോ പാരമ്പര്യം എന്നത് ഡോക്ടറിനെ വ്യക്തിപരമായി എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു? ഹോമിയോപ്പതി തിരഞ്ഞെടുത്തത് എന്നെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്ന് ഒരു ദിവസം എടുത്ത തീരുമാനമല്ല. കാരണം ഞാൻ വളർന്നത് തന്നെ ഹോമിയോപ്പതിയുടെ ഇടയിലാണ്. ഞങ്ങളുടെ വീട്ടിലെ സംഭാഷണങ്ങൾ എല്ലാം തന്നെ ഹോമിയോപ്പതിയെക്കുറിച്ചായിരുന്നു. എല്ലാ ദിവസവും തന്നെ രോഗികളെക്കുറിച്ചുള്ള ചർച്ചകളും അവരുടെ വേദനകളും രോഗം മാറുമ്പോൾ അവർക്കുള്ള സന്തോഷങ്ങളും രോഗം മാറ്റിക്കൊടുക്കാൻ സാധിച്ചതിൽ ഉള്ള ചാരിതാർത്ഥ്യവും ഇതെല്ലാം കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി തിരഞ്ഞെടുക്കാൻ എന്നെ സംബന്ധിച്ചോളം ഒട്ടും തന്നെ ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ മുത്തച്ഛൻ 1945 ഡോക്ടർ കൃഷ്ണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൽക്കട്ടയിൽ പോയി പഠിച്ച് വന്നിട്ടാണ് 1945 ഇവിടെ ഹോമിയോപ്പതി പ്രാക്ടീസ് ആരംഭിക്കുന്നത്. പക്ഷെ അന്നൊക്കെ ഹോമിയോപ്പതി പ്രാക്ടീസ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അദ്ദേഹം. അതിനുശേഷം എൻ്റെ അച്ഛൻ ഡോക്ടർ V. വിജയാനന്ദ്, അദ്ദേഹം പ്രാക്ടീസ് തുടർന്നു. അദ്ദേഹം ഇവിടെ തന്നെ ആണ് പഠിച്ചത്, കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം മനുഷ്യർക്കുള്ള ചികിത്സയോ പോലെ തന്നെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം തന്നെ ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ കാണിച്ചു തരികയും അതിലൊരുപാട് മുന്നേറ്റങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ്. അതിനുശേഷം ഇവരൊക്കെ തന്നിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വൈഫ് ഹോമിയോപ്പതി ഡോക്ടറാണ്, ഗവൺമെൻറ് സർവീസിലാണ്. എൻ്റെ മകൻ ഹോമിയോപ്പതി കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു 80 വർഷത്തെ ഒരു പാരമ്പര്യം ഹോമിയോപ്പതിയെക്കുറിച്ച്, ഹോമിയോപ്പതിയോട് ഒരു വളരെ അധികം ബഹുമാനവും, ഹോമിയോപ്പതി എന്താണ്, ഹോമിയോപ്പതിക്ക് രോഗങ്ങൾ മാറ്റാനായിട്ട് ഏതൊക്കെ രോഗങ്ങൾ മാറ്റാൻ സാധിക്കും, അതിൻ്റെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അതൊരു അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം ഈ 80 വർഷം ഞങ്ങളോടൊപ്പം നിന്ന സമൂഹം എൻ്റെ മുത്തച്ഛൻ്റെ അടുത്തും എൻ്റെ അച്ഛൻ്റെ അടുത്തും കാണിച്ച അതേ വിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ അടുത്തും
കാണിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഉത്തരവാദിത്തമല്ല. അപ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തിരിച്ച് സമൂഹത്തിനും നല്ല രീതിയിലുള്ള ഹോമിയോപ്പതിയെ പറ്റിയുള്ള നല്ല അവബോധം നൽകണം എന്ന ഒരു തിരിച്ചറിവാണ് ഈ ഒരു പാരമ്പര്യം എനിക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഗുരു ബോംബെ സ്വദേശിയായ ഡോക്ടർ പ്രഫുൽ വിജയ്കർ സാർ, അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന ഹോമിയോപ്പതിയിലുള്ള ഏറ്റവും മികച്ച പരിശീലനം, അത് എന്നെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയും ഒരുപാട് ആത്മവിശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. എത്ര കഠിനമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ പോലും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവും ആത്മവിശ്വാസവും അദ്ദേഹം ആണ് എനിക്ക് നൽകിയത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു അറിവുകൾ എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ലക്ഷ്യം. സർ, സാധാരണ ആൾക്കാർക്കിടയിൽ കണ്ടുവരുന്നൊരു സംശയമാണ്, ഹോമിയോപ്പതി എല്ലാവിധ രോഗങ്ങൾക്കും ഫലപ്രദമാണോ അതോ ചില രോഗങ്ങൾക്ക് മാത്രമാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി ഒരു സമ്പൂർണ്ണ ചികിത്സാ ശാഖയാണ്. എല്ലാ രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എമർജൻസി സിറ്റുവേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ, ഇപ്പോൾ സർജറി ആവശ്യമുള്ള മറ്റ് രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ സർജറി ഇല്ലാതെ തന്നെ ചികിത്സയുണ്ട്. ഇപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ട്യൂമർ, അല്ലെങ്കിൽ തൈറോയ്ഡ് ട്യൂമർ, അതേപോലെയുള്ള സർജിക്കൽ കണ്ടീഷൻസിൽ ഹോമിയോപ്പതിയിൽ ചികിത്സ മരുന്നുകൊണ്ട് തന്നെ രോഗം മാറ്റാൻ സാധിക്കും. പക്ഷേ എമർജൻസി സിറ്റുവേഷൻസിൽ ഹോമിയോപ്പതിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ബാക്കിയുള്ള ചികിത്സകളെല്ലാം തന്നെ എത്ര തീവ്രമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും എത്ര കഠിന രോഗങ്ങളാണെങ്കിലും ഹോമിയോപ്പതിയിൽ സമ്പൂർണ്ണമായ ചികിത്സയുണ്ട് എന്ന് മാത്രമല്ല, ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത, ഇതുപോലെയുള്ള രോഗങ്ങൾ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് രോഗം തിരിച്ചു വരാത്ത രീതിയിൽ മാറ്റാൻ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. ഹോമിയോപ്പതി മരുന്ന് തിരഞ്ഞെടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. കാരണം ഹോമിയോപ്പതി എല്ലാവർക്കും അറിയുന്ന പോലെ രോഗം മാത്രം കണ്ടിട്ടല്ല ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുക. രോഗിയുടെ പ്രത്യേകതകൾ, രോഗിയുടെ വ്യക്തി സവിശേഷതകൾ മനസ്സിലാക്കിയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൽ ഡോക്ടർ വിജയിച്ചാൽ ഏത് രോഗവും പൂർണ്ണമായിട്ട് തന്നെ മാറ്റാനായിട്ട് ഹോമിയോപ്പതിക്ക് സാധിക്കും. ഡോക്ടർ, ഹോമിയോപ്പതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹോമിയോപ്പതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഹോമിയോപ്പതി രോഗത്തേക്കാൾ രോഗിയെ ചികിത്സിക്കുക, അല്ലെങ്കിൽ രോഗമുള്ള വ്യക്തിയെ ചികിത്സിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റ് ചികിത്സാ രീതികൾ പലപ്പോഴും രോഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് രോഗം എന്നുള്ളത് കണ്ടെത്തി അതിനുള്ള മരുന്ന് നൽകുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ ആ രോഗത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം ആ രോഗമുള്ള രോഗിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവൻ്റെ മാനസിക, മറ്റ് വ്യക്തി തലങ്ങളിലുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ളൊരു മരുന്ന് സെലക്ട് ചെയ്ത് രോഗം തിരിച്ചു വരാത്ത രീതിയിൽ മാറ്റാൻ ഹോമിയോപ്പതിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചികിത്സിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ആ രോഗം ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുള്ള കാരണങ്ങൾ, അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അത് ചികിത്സിച്ച് ആ രോഗം പിന്നീട് തിരിച്ചു വരാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ രോഗിയുടെ സ്വയം ആ രോഗിക്കുള്ള രോഗനിവാരണ ശേഷിയെ ഉത്തേജിപ്പിച്ച് രോഗം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി പ്രവർത്തിക്കുന്നത് പ്രകൃതി അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും രോഗം മാറ്റാനായിട്ടുള്ള കഴിവുണ്ട്. അത് ഫെയിലാവുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ അത് വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് മനുഷ്യൻ്റെ വൈറ്റൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ജീവശക്തിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ ചുരുങ്ങിയ അളവിലുള്ള മരുന്നുകൾ നൽകി രോഗിയെ വീണ്ടും പൂർണ്ണ ആരോഗ്യവാനാക്കുകയാണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്ര ചെറുതായ ഗുളികൾക്ക് ശരീരത്തിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും എന്ന ചോദ്യം പലരും ചോദിക്കാറില്ല. ഇത്ര ചെറിയ ഗുളികൾക്ക് ഇത്ര വലിയ മാറ്റം വരുത്താൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹോമിയോപ്പതി മരുന്നുകൾ
നമ്മുടെ ശരീരത്തിലൊരു രാസപ്രവർത്തനം നടത്തിയല്ല രോഗങ്ങൾ മാറ്റുന്നത്. ഹോമിയോപ്പതി മരുന്നുകൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു റെഗുലേറ്ററി മെക്കാനിസം അല്ലെങ്കിൽ നമ്മുടെ സ്വയം നമുക്കുള്ള രോഗനിവാരണ ശേഷിയെ ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി ജോലി നമ്മുടെ ശരീരം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യേണ്ട ഒരു ജോലി മാത്രമേ ഈ മരുന്നിനുള്ളൂ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവും, നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം നാച്ചുറലായിട്ട് തന്നെ ആക്ടിവേറ്റ് ആവും. നമ്മളുടെ ശരീരം തന്നെ സ്വയം രോഗം മാറ്റാൻ വേണ്ടി അത് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മരുന്നുകളോ അല്ലെങ്കിൽ ഒരുപാട് ശക്തി കൂടിയ മരുന്നുകളോ കൊടുക്കേണ്ട ഒരു ആവശ്യം ഹോമിയോപ്പതിയിൽ വരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ വളരെ ശക്തമായിട്ടുള്ള മരുന്ന് ചെന്നാലേ അല്ലെങ്കിൽ ഒരുപാട് കൂടിയ അളവിൽ മരുന്ന് കഴിച്ചാലേ രോഗങ്ങൾ മാറുകയുള്ളൂ എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ ഹോമിയോപ്പതി മരുന്നുകളുടെ ഒരു പ്രവർത്തന രീതി ഇത്ര ലളിതമായി ഒരു പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും നിസ്സാര അളവിലുള്ള മരുന്നുകൾ കൊണ്ട് പോലും എത്ര വലിയ അസുഖങ്ങൾ പോലും മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏത് രോഗത്തിനും, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗത്തിന് പോലും നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിച്ചാലും മതിയാവും. ഡോക്ടർ, ഹോമിയോപ്പതി വളരെ മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും രോഗം മാറുവാൻ ഒരുപാട് കാലതാമസമുണ്ട് എന്നൊരു പൊതുധാരണയുണ്ട്. അതിലെത്രമാത്രം സത്യമുണ്ട്? ഹോമിയോപ്പതി മരുന്നുകൾ വളരെ മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു സംശയം പല രോഗികളും പ്രകടിപ്പിക്കാറുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു സംശയം വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയാണ് മരുന്നുകൾ നൽകുന്നത്. അതൊരു നിശ്ചിത കാലയളവിൽ ആ രോഗത്തിൻ്റെ പഴക്കമനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം പഴക്കമുള്ള ഒരു രോഗമാണെങ്കിൽ ആ രോഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മേ ബി ഒരു 1 year ഒക്കെ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത് ഓരോ രോഗത്തിൻ്റെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ കഠിനമായിട്ടുള്ള തലവേദന അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ശ്വാസം മുട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു വയറുവേദന, ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ സെലക്ട് ചെയ്യുന്ന മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മറ്റേത് മരുന്നിനേക്കാളും ഫാസ്റ്റായിട്ട് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കുന്നതാണ്. പക്ഷേ പഴകിയ രോഗങ്ങൾ, ദോഷം പഴക്കമുള്ള ഒരു സ്കിൻ ഡിസീസ്, ഒരു എക്സിമ, അങ്ങനെയുള്ള രോഗങ്ങളാണെങ്കിലാണ് നമുക്ക് ഒരു ദീർഘനാളത്തെ ചികിത്സ വേണ്ടി വരുന്നത്. പക്ഷേ എന്നാലും ആ ഒരു എക്സിമയുടെ കേസ് പറഞ്ഞാൽ തന്നെ ആ തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ കുറയുന്നതാണ്. ഇപ്പോൾ വളരെ ശക്തിയായിട്ടുള്ള ചൊറിച്ചിലുണ്ട്, അതല്ലെങ്കിൽ പഴുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ കുറയുകയും പിന്നീട് ചികിത്സ തുടർന്ന് കഴിക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഹോമിയോപ്പതിയിലാണ് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സ നമ്മുടെ ശരീരത്തിൽ നിന്നും തന്നെ പൂർണ്ണമായിട്ട് അതിനെ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ളൊരു ചികിത്സ ഹോമിയോപ്പതിയിലാണുള്ളത്. പക്ഷേ ഈ ഒരു കാലയളവ് വേണ്ടി വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് ഹോമിയോപ്പതി സ്ലോയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ധാരണ വന്നിരിക്കുന്നത്. അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഹോമിയോപ്പതി ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇത് രോഗികൾക്കുള്ള വളരെ പ്രായോഗികമായ ഒരു സംശയമാണ്. ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ അതിനോടൊപ്പം അലോപ്പതി മരുന്നുകളും ഉപയോഗിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഹോമിയോപ്പതി മരുന്നും അലോപ്പതി മരുന്നും 2 രീതിയിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയം രണ്ടും ഉപയോഗിച്ചതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നില്ല. അതുമാത്രമല്ല, ഹോമിയോപ്പതി മരുന്നുകൾ കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാവധാനം അലോപ്പതി മരുന്നുകൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും അത് കഴിക്കുന്ന ഡോക്ടറുടെ അഡ്വൈസോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മരുന്നുകൾ കുറയ്ക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഹോമിയോപ്പതി മരുന്നുകളും അലോപ്പതി കഴിക്കുന്നുണ്ടെങ്കിൽ അലോപ്പതി ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരം രോഗത്തിൻ്റെ തീവ്രത കുറയുന്നതനുസരിച്ചിട്ട് മരുന്നുകൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. മരുന്ന് കഴിക്കുമ്പോൾ രണ്ടും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. കുറച്ച് സമയം ഗ്യാപ്പിട്ട് വേണം. ഹോമിയോപ്പതി മരുന്നുകൾ പലപ്പോഴും ഭക്ഷണമായിട്ട് പരമാവധി ഗ്യാപ്പിട്ട് അല്ലെങ്കിൽ മറ്റു മരുന്നുകളുമായിട്ട് പരമാവധി ഗ്യാപ്പിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ ഇൻട്രാക്ഷൻസും ഇത് രണ്ടും തമ്മിൽ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നില്ല. മറിച്ച് വളരെ നല്ല ആശ്വാസം ലഭിക്കുകയും നമുക്ക് സാവധാനം ചികിത്സയും സാവധാനം നിർത്താൻ സാധിക്കുന്നതുമാണ്.
ഹോമിയോപ്പതി മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളുണ്ടോ എന്ന ആശങ്കയെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ഹോമിയോപ്പതി മരുന്നുകൾക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല എന്ന് നിസ്സംശയം പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മരുന്ന് കഴിക്കേണ്ടത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലും നിർദ്ദേശിക്കുന്ന അളവിലും വേണം മരുന്ന് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ മരുന്നുകളുടേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റുകൾ, ഇപ്പോൾ കിഡ്നിക്കോ അല്ലെങ്കിൽ ലിവറിനോ അല്ലെങ്കിൽ ഹാർട്ടിനോ അങ്ങനെ ഒരു ഡാമേജ് വരുത്തുക അല്ലെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് വരുന്ന രീതിയിലുള്ള യാതൊരുവിധ മരുന്നുകളും ഹോമിയോപ്പതിയിൽ ഇല്ല. കാരണം ഹോമിയോപ്പതിയിൽ മരുന്നുകളിൽ യാതൊരുവിധ കെമിക്കൽ ഇൻഗ്രീഡിയൻസോ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് എഫക്ട്സ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാനായിട്ട്. യാതൊരു കാരണവശാലും സ്വയം ചികിത്സ ചെയ്യാൻ പാടില്ല. സാർ, ഇത് മധുരമുള്ള ഗുളികകളായതുകൊണ്ട് തന്നെ പ്രമേഹം രോഗമുള്ളവർക്ക് കഴിക്കാമോ? അതെ, വളരെ സ്വാഭാവികമായൊരു സംശയമാണ് പലരും ചോദിക്കാറുണ്ട്. പ്രമേഹമുള്ള രോഗികൾക്ക് ഈ മധുരമുള്ള ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരുന്നുകൾ എന്ന് പറയുന്നത് ഈ ഒരു ഗുളിക രൂപത്തിൽ മാത്രമല്ല. ഈ ഒരു മധുരമുള്ള ഗുളിക എന്ന് പറയുന്നത് ഹോമിയോപ്പതി മരുന്നുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാനായിട്ടുള്ള ഒരു വെഹിക്കിൾ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഗുളികയിൽ കൊടുക്കുന്ന പോലെ തന്നെ നമുക്കൊരു മധുരമില്ലാത്ത ടാബ്ലറ്റുകളുണ്ട്. അതുപോലെ വെള്ളത്തിൽ മരുന്നൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഡൈലൂഷൻ ആണ് നമ്മൾ ലിക്വിഡ് മെഡിസിനാണ് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലും നമുക്ക് ശരീരത്തിലേക്ക് കടത്തിവിടാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ പ്രമേഹമുള്ള രോഗികൾക്ക് മധുരമുള്ള ഗുളികകൾ കൊടുക്കാറില്ല. അവർക്ക് മറ്റേതെങ്കിലും ടാബ്ലറ്റിലോ അല്ലെങ്കിൽ വാട്ടറിലോ ആണ് മെഡിസിൻ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് പ്രമേഹമുള്ള രോഗികൾക്ക് മരുന്ന് കഴിക്കാം. ഇതൊരു മധുരമുള്ള ഗുളിക എന്ന് കേട്ടിട്ട് ഒരു കാരണവശാലും ഹോമിയോപ്പതിയെ ഒഴിവാക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം ഇപ്പോൾ ഇതിൽ ഒരു ദിവസം, ഇപ്പോൾ ഗുളികയാണെങ്കിൽ പോലും ഒരു ദിവസം കഴിക്കുന്ന ഗുളികകളുടെ അളവെടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാരയുടെ ഒരു 1/4 പോലും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല. സാർ, സാധാരണ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും മാനസിക പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയി ചോദിക്കുമല്ലോ, അതെന്തിനാണ്? സാധാരണ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ ആളുകൾക്ക് വളരെ കൗതുകവും സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാനസിക പ്രത്യേകതകൾ ചോദിക്കുന്നത്? രോഗത്തെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ പോരെ, എന്തിനാണ് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്നത് എന്നൊക്കെ. ഹോമിയോപ്പതി ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗിയെ ആണ് ഹോമിയോപ്പതിയിൽ ചികിത്സിക്കുന്നത്. രോഗം മാത്രം കണ്ടിട്ടല്ല, രോഗമുള്ള ഒരു വ്യക്തിയെ മുഴുവനായി കണ്ട് ആ വ്യക്തി സവിശേഷതകൾ അനുസരിച്ചിട്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ മരുന്ന് സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ രോഗം മാറുകയുള്ളൂ. അപ്പോൾ ആ മെഡിസിൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയുടെ രോഗലക്ഷണങ്ങൾ അറിയണം, എന്ത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യണം. അതോടൊപ്പം ആ രോഗി എങ്ങനെയാണ് ആ രോഗം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു 10 പേര് ഒരേ രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ 10 പേരും രോഗം എക്സ്പ്രസ് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. ഇപ്പോൾ തലവേദനയാണെങ്കിൽ പോലും, ഇപ്പോൾ മൈഗ്രെയിൻ ഉദാഹരണമായിട്ട് നമ്മൾ മൈഗ്രെയിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ രോഗിക്കും മൈഗ്രെയിൻ വരുന്ന വേദന പലതരത്തിലായിരിക്കും. ആ വേദന വരുന്ന സമയം വ്യത്യസ്തമായിരിക്കും. ആ വേദന വരുന്ന ലൊക്കേഷൻ തലയുടെ ചിലർക്ക് ഇടതുവശത്തായിരിക്കും, ചിലർക്ക് വലതുവശത്തായിരിക്കും. ഈ വേദന വരുമ്പോൾ അവരുടെ ആ സമയത്തുള്ള ഭാവം വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും, ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ആശ്രയിച്ചിട്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിശ്ചയിച്ചാലുള്ള ഗുണം ഈ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ശക്തി ഹോമിയോപ്പതിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും 1-2 മണിക്കൂറൊക്കെ ഈ രോഗിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഒരു ഡോക്ടർ ഒരു മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് രോഗിയും ഡോക്ടറോട് പൂർണ്ണമായി സഹകരിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഒട്ടും മറച്ചു വയ്ക്കാതെ ഡോക്ടറോട് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു പൂർണ്ണ രോഗശമനം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാരും രോഗത്തോടൊപ്പം രോഗിയുടെ മറ്റ് മാനസിക വൈകാരിക പ്രത്യേകതകളെല്ലാം ചോദിക്കുന്നത്. രോഗം ആരംഭിക്കുന്നതിന് മുൻപ് മാനസിക വിഷമം, പേടി എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമാണ്. ഇതൊക്കെ മരുന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രയോജനപ്പെടാറുണ്ടോ? ഹോമിയോപ്പതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്
രോഗത്തിന് കാരണമായിട്ട് എന്തെങ്കിലും ഒരു മാനസിക ആഘാതം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു വിഷമം ഉണ്ടായതിനു ശേഷമാണോ രോഗം വന്നിരിക്കുന്നത് പലപ്പോഴും ഡോക്ടർമാർ ചോദിക്കാറുണ്ട്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഹോമിയോപ്പതിയിൽ പലപ്പോഴും രോഗം പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമായിട്ടല്ല കാണുന്നത്. ഓരോ രോഗത്തിൻ്റെയും പുറകിൽ വളരെ വ്യക്തമായിട്ടുള്ള മാനസിക തലത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാം എന്നാണ് ഹോമിയോപ്പതിയിൽ. പലപ്പോഴും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടിന് ശേഷം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടായതിനു ശേഷം, അതല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു മെൻ്റൽ ഷോക്കിന് ശേഷം ഒക്കെ പല രോഗങ്ങളും വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ രോഗത്തിൻ്റെയും പുറകിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാരണമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയാൽ അതനുസരിച്ചിട്ട് മരുന്നുകൾക്കും മാറ്റങ്ങൾ വരും. കാരണം ഹോമിയോപ്പതിയിൽ പേടിക്ക് ശേഷം വന്നിട്ടുള്ള അസുഖങ്ങൾക്ക് നൽകാവുന്ന മരുന്നുകളുണ്ട്. ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന സങ്കടങ്ങൾക്ക് ശേഷം വരുന്ന അസുഖങ്ങൾക്ക് കൊടുക്കാവുന്ന മരുന്നുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുപോലെ ഓരോ മാനസിക വ്യതയ്ക്കനുസരിച്ചിട്ടും മരുന്നുകൾ നിശ്ചയിക്കാൻ ഹോമിയോപ്പതിയിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു രോഗം അതെത്ര പഴകിയതായാലും കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാനും ആ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും. അതുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ പലപ്പോഴും ഡോക്ടർമാരെടുത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വന്നത്, ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വിഷമങ്ങളുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇതിന് പിന്നാലെ ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഈ വീഡിയോ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇതെല്ലാം പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരുപാട് സംശയങ്ങൾ ഹോമിയോപ്പതിയെ പറ്റി പൊതുജനങ്ങൾക്കുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് ആ ഒരു തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹോമിയോപ്പതി കുട്ടികളിലും മുതിർന്നവരിലും എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്, അതേപോലെ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഓരോ രോഗത്തിലും ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് എന്താണ്, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്താണ്, ഹോമിയോപ്പതിയുടെ പരിമിതികൾ എന്താണ്, അതേപോലെ തന്നെ ഹോമിയോപ്പതി വളരെ എളുപ്പം ഫലം തരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു സംഭാഷണത്തിൻ്റെ തുടക്കം.